ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ നമുക്ക് എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ള ഡീറ്റെയിലാണ്. വളരെ ഈസി ആയിട്ട് നമ്മുടെ സിമ്പിൾ സ്റ്റെപ്പുകൾ നമുക്ക് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഏത് സീറ്റ് വേണം, എന്നത്തെ ദിവസം, ഏത് സമയം, ഇതെല്ലാം വളരെ കൺവീനിയൻ്റ് ആയിട്ട് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിലുള്ള നമ്മുടെ ടിക്കറ്റ് ബുക്കിംഗ് പ്രൊസീജിയറാണ് നമ്മൾ ഇതിനകത്ത് കാണാനായിട്ട് പോകുന്നത്. എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതുകൂടി ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഫൈൻ. സോ അതിന് വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ നേരെ KSRTC എന്നടിക്കുക. KSRTC ടിക്കറ്റ് ബുക്കിംഗ് പ്രത്യേകം ശ്രദ്ധിക്കണം. കേരള ട്രാൻസ്പോർട്ടിന്റെ തന്നെയാണ്, മറ്റേ കർണാടക ട്രാൻസ്പോർട്ടിന്റെ എല്ലാം ഉറപ്പുവരുത്തുക. കയറുക. ബുക്ക് നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ബുക്ക് നൗ സെലക്ട് ചെയ്യുക. ബുക്ക് നൗവിൽ ഏത് സ്റ്റേഷൻ, ട്രിവാൻഡ്രം ടു, ഞാൻ ചുമ്മാ റാൻഡം ആയിട്ടൊരു പ്ലേസ് സെലക്ട് ചെയ്യുന്നു. ട്രിവാൻഡ്രം ടു തൃശ്ശൂർ. ഇപ്പോൾ നാളത്തെ ഡേറ്റ് നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ, നാളെ ട്രാവൽ ചെയ്യാനായിട്ടാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കലണ്ടർ വരും. സെലക്ട് ചെയ്യുക 26. സെർച്ച് ബസ്സസ്. ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. നമ്മൾ നോക്കുമ്പോൾ 12 മണിക്ക് ആരംഭിക്കുന്ന ട്രെയിൻ, 12:01 ആരംഭിക്കുന്ന ട്രെയിൻ, 12:05 ആരംഭിക്കുന്ന ട്രെയിൻ, 12:05 ആരംഭിക്കുന്ന ട്രെയിൻ, 12:30, 1 മണിക്ക്, 1:05, 2 മണിക്ക്, 3 മണിക്ക്, 4 മണിക്ക്, 4:30, 5-ന് നമ്പർ ഓഫ് ട്രെയിൻസ് ബസ്സുകൾ അവൈലബിൾ ആണ്. നോക്കിയാൽ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ബസ്, ഫോർ എക്സാമ്പിൾ 5:25 ട്രിവാൻഡ്രത്ത് ആരംഭിക്കുന്ന ബസ് ആണെങ്കിൽ സെലക്ട് ദ സീറ്റ് കൊടുത്താൽ ഇത്രയും, ഫോർ എക്സാമ്പിൾ ഈ വിസിബിൾ അല്ലാത്ത സീറ്റുകൾ ബുക്ക് ചെയ്തു പോയി വിസിബിൾ ആയുള്ള സീറ്റുകൾ ഇപ്പോൾ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഏത് പൊസിഷനിൽ എത്രാമത്തെ സീറ്റാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് വിൻഡോ സീറ്റ് ഇതാണ് വേണ്ടതെങ്കിൽ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബോർഡിംഗ് ബസ് സ്റ്റേഷൻ ട്രിവാൻഡ്രം എവിടെ നിന്നാണ് കയറാം? തമ്പാനൂരിൽ നിന്നാണോ, പട്ടത്തു നിന്നാണോ, കേശവദാസപുരത്ത് നിന്നാണോ, ഉള്ളൂരിൽ നിന്നാണോ, കഴക്കൂട്ടത്തു നിന്നാണോ, എവിടെ നിന്നാണ് നിങ്ങൾക്ക് കയറാൻ താല്പര്യം, ആ ഒരു സ്റ്റേഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ കൊടുത്തു. തൃശ്ശൂരിൽ ഇവിടെ ഡ്രോപ്പ് ചെയ്തു. തൃശ്ശൂരിൽ KSRTC ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. പ്രൊവൈഡ് പാസഞ്ചർ ഡീറ്റെയിൽസ്. ഇവിടെ നമ്മൾ പാസഞ്ചറുടെ പേര്, ഡീറ്റെയിലുകൾ അടിച്ചു കൊടുക്കാം. ഞാൻ ചുമ്മാ റാൻഡമായിട്ടൊരു പേര് അയച്ചു. അയാളുടെ ഏജ് അയച്ചു. മെയിൽ ആണോ ഫീമെയിൽ ആണോ അത് കൊടുക്കുക. പ്രൊസീഡ് ഫോർ ദ പേ ഡീറ്റെയിൽ. ഇവിടെ നമ്മൾ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കണം. ഇവിടെ നമ്മൾ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കണം. നമ്മളൊരു ജെന്യൂൻ ആയിട്ടൊരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും കൊടുക്കുക. മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുത്തു. പ്രൊസീഡ് ഫോർ പേയ്മെന്റ് ഓപ്ഷൻ. അത് ഏതാണ് നിങ്ങളുടെ പ്രൊസീഡ് പേയ്മെന്റ് ഓപ്ഷൻ ചൂസ് ചെയ്യുക. സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു QR കോഡ് വരും. നിങ്ങൾ ഏതെങ്കിലും ഒരു UPI ആപ്പ് ഓപ്പൺ ചെയ്ത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേയ്മെന്റ് കംപ്ലീറ്റ് ആവും. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മെയിലിലേക്കും അതുപോലെ തന്നെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്കും നിങ്ങളുടെ ടിക്കറ്റ് മെസ്സേജ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് KSRTCയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പ്ലീസ് ലൈക്ക് ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ ഇത് വളരെ ഉപകാരമായിരിക്കും. എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക്